അസ്സലാമു അലൈക്കും. ഹായ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അസ്സലാമു അലൈക്കും. ഒരുപാട് കാലത്തിന് ശേഷം കിച്ചാമി വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരുപാട് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നത് 8 മാസമൊന്നും എല്ലാം തോന്നും, ഒരു വർഷമായും തോന്നും. എന്തായാലും ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നാട്ടിലും ഇവിടെയൊക്കെ നമ്മൾ ഹോട്ടലിൽ ചെന്ന് അവർ ആദ്യം ചോദിക്കും നല്ലൊരു കറിയുണ്ട് എടുക്കട്ടെ, ഇപ്പം എല്ലാവരും അതാണ് വാങ്ങുന്നതെന്ന്. ഫിഷ് മാംഗോ കറിയാണത്. ഞാനത് ഒരു വർഷം വാങ്ങി കഴിച്ചപ്പം ആ രുചി പിടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് വെച്ച് ആക്കിയതാണ്. അപ്പോൾ ആക്കിയപ്പം നല്ല ടേസ്റ്റ് തോന്നി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പക്ഷെ ചട്ടിയിലുണ്ടാക്കണം. ചട്ടി അടുപ്പത്ത് വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പം 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് അത് പൊട്ടി വരുമ്പം അതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം ഇതിൽ ഞാൻ ചെറിയുള്ളി എടുത്തത്, നിങ്ങൾക്ക് വലിയുള്ളി എടുക്കാം, പക്ഷേ ചെറിയുള്ളിയാണ് കറിക്ക് കൂടുതലും ടേസ്റ്റ്. ഞാനൊരു 6 എടുത്തിട്ടുണ്ട്. അതിട്ട് വഴറ്റിയതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു 4 പച്ചമുളകും, പിന്നെ ഇത് സ്പ്രിങ് ഓനിയനാണ്, ഞാനൊരു വലിയ സ്പ്രിങ് ഓനിയൻ എടുത്ത് കട്ട് ചെയ്താൽ അത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നന്നായി വഴറ്റി വരുമ്പം അതിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് അതിങ്ങനെ വാടിക്കിട്ടും. ഇനി ഇതിലേക്ക് ഒരു ടൊമാറ്റോ സ്ലൈസ് ചെയ്തിട്ട്, ടൊമാറ്റോ ഇട്ട് കഴിഞ്ഞാൽ ഇത് നല്ല പേസ്റ്റ് രൂപത്തിലാവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അപ്പോഴേ കറിക്ക് ടേസ്റ്റ് വരുള്ളൂ. കുറച്ച് കറി ലീഫ് ഇടാം. കറി ലീഫിന് നല്ല ടേസ്റ്റും ഉണ്ട്, ഗുണവും ഉണ്ടെന്നറിയാലോ. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിട്ടിട്ടും ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമ്മൾ പച്ചമാങ്ങ, ഞാനിതൊന്ന് ഫുള്ള് എടുത്തിട്ടുണ്ട്. അത് തൊലി കളഞ്ഞിട്ടില്ല, തൊലി കളയാത്താണ് നല്ലത്, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുക. അതിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 കപ്പ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫിഷ് ഇടാം, പക്ഷേ മാംസമുള്ള ഫിഷാണ് നല്ലത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹമൂർ ഫിഷാണ്. ഫിഷ് ഇതിലിട്ട് കൊടുത്ത്, കിങ് ഫിഷ് കൊണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. അപ്പം ഫിഷ് ഇട്ടതിന് ശേഷം ഇതൊന്ന് വേവാൻ എനിക്കൊന്നൊരു 10-15 മിനിറ്റ് അതിൽ കിടന്ന് വെന്തോട്ടെ. ചെറിയ തീയിൽ വേവിച്ചാൽ മതി. അതിനുശേഷം തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഒന്ന് കോക്കനട്ട് മിൽക്ക് പൗഡർ എടുത്തിട്ട് നല്ല തിക്കിലടിച്ചാൽ അതാണ് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഫ്രഷ് തേങ്ങയുടെ മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത്ര ഒരു എന്താ പറയുക തിക്നെസ് കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡർ പിന്നെ മിക്സിയിലിട്ടൊന്ന് അടിച്ചതാണ്. ഇനി ഇതൊന്ന് തിള വരുമ്പം ഓഫാക്കിയിട്ട് അതിന് ശേഷം നമുക്കിത് വറവിടണ്ടേ, അതിന് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളി ഒന്ന് മൂത്ത് വരുമ്പം ഒരു ഇളം ബ്രൗൺ കളറാവുമ്പോൾ അതിലേക്ക് നമ്മളെ ഈ ഡ്രൈ ചില്ലി, പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടത് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത് എന്തിനൊക്കെയാണ്, ചോറിന് ടേസ്റ്റ് ഉണ്ട്, അപ്പത്തിന് ടേസ്റ്റ് ഉണ്ട്, ചപ്പാത്തി പൊറോട്ട ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ടേസ്റ്റ് തോന്നി. നിങ്ങളൊന്ന് ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്ക്, ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാലോ. എന്തായാലും അധികം വൈകാതെ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും വരാൻ ശ്രമിക്കാം. കിച്ചാമി എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട്. പിന്നെ എൻ്റെ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാം വളരെ വളരെ ഈസിയാണ്. എന്നിട്ട് അസ്സലാമു അലൈക്കും, താങ്ക് യു.